people, welcome back to yet another episode of my YouTube channel. So ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ നാളെ റിട്ടേൺ ടു കൊച്ചിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 week ഞാൻ വീണ്ടും ബാക്ക് ടു മൈ ഹോം ടൗൺ. സോ അതിന് മുമ്പായിട്ട് ഇന്ന് എനിക്ക് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത്, എനിക്ക് ആക്ച്വലി 2 എക്സാമും കൂടി ഉണ്ട്. എൻ്റെ സെമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് 2 എക്സാമും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത വീക്കാണ് എക്സാം വന്നിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പോവാണ്, എനിക്ക് സബ്മിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ദിവസം അവിടെ നിന്നിട്ട് ചെയ്യണം. പിന്നെ ഞാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു പാക്കിംഗ് വീഡിയോ പ്ലസ് എന്തെങ്കിലും അഡീഷണലി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വലിയ പരിചയം കാണത്തില്ല. ഞാനിപ്പോൾ ഏട്ടൻ്റെ മുറിയിലാണ്. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ആട്ടോ കിടക്കുന്ന. കാര്യം അപ്പുറത്തെ മുറിയിൽ നിറച്ചു പൊടി. അപ്പം അത് കാരണം അത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇൻ ബിറ്റ്വീൻ എനിക്ക് കിട്ടിയില്ല. വീട്ടിൽ കുറച്ച് കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് അകമൊത്തും മിസ്സായിപ്പോയി. അപ്പോൾ അത് കാരണം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഏട്ടൻ്റെ മുറിയിലാണ് കിടക്കുന്നത്. സോ ഇന്നും കൂടി ഇവിടെ കിടന്നിട്ട് നാളെ നമ്മൾ റിട്ടേൺ ടു കൊച്ചിയാണ്. സോ ബിഫോർ ദാറ്റ് എനിക്ക് തോന്നി ഒരു വ്ളോഗ് എടുക്കാം എന്നുള്ളത്. ഞാൻ കുറേ ആക്ച്വലി വ്ളോഗ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. പിന്നെ ചിലതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചത് പോലും പോസ്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല. സാധാരണ റിമൈൻഡറൊക്കെ ഇട്ട് പ്രീമിയറൊക്കെ സെറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലല്ല, 2-3 യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ആക്ച്വലി അതൊക്കെ റിലേറ്റഡ് ടു സ്റ്റഡീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അതിനകത്തും വീഡിയോസ് ഇടേണ്ടത് കൊണ്ട് തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത് പറ്റണില്ല. അപ്പോൾ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വൈകുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് എനർജറ്റിക്കലി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും വലിയ ഇതായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്യണം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അത്രയും ദേഷ്യമൊന്നുമില്ല കേട്ടോ. കാര്യം എനിക്കിപ്പം കുറേ ദിവസങ്ങളായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ട്. എനിക്ക് അതിൻ്റെ കൂടുതൽ ഈ ഫോണും കൂടെ ക്യാരി ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ആയിട്ട് എൻ്റെ ഷോൾഡർ പെയിൻ അങ്ങ് കൂടും. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളെ കാണിച്ചു തരാം. ബിക്കോസ് അവിടെയാണ് പാക്കിങ് നടക്കുന്നത്. ഇത് ഏട്ടൻ്റെ മുറിയാണ്. ഇവിടെ ഒന്നും നടക്കില്ല. ബിക്കോസ് ഇവിടെ നിന്ന് വന്നിട്ട് കാര്യം എല്ലാ സാധനങ്ങളും അപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം. എന്നിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങാം. ഓക്കെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ കയ്യിൽ തെന്നിപ്പോയി. ഇത് ഓർമ്മയുണ്ടോ? പൊട്ടാസ്യം തോക്കും. ഇത് ആക്ച്വലി പൊട്ടാസാണ് കേട്ടോ. ഏട്ടൻ ഉണ്ടായിരുന്ന സമയത്ത്, മൂത്ത ഏട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പൊട്ടാസ്യം തോക്കും. പണ്ട് ആരുവിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സാധനം വെച്ചിട്ടാണ്. പക്ഷെ അവനിപ്പോൾ ഭയങ്കര കമ്പനിയാണ് ഈ സാധനമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ദേവൻ അവരൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ വാങ്ങിത്തന്ന സാധനമാണ്. രസമുണ്ട്. ദേവൻ വാങ്ങിത്തന്നതാണ്. പക്ഷേ ഇത് പഴയതിൻ്റെ അത്രയും വിലയും കൂടി. പക്ഷേ പഴയതിൻ്റെ അത്ര ഒരു എഫക്റ്റ് ഇല്ല. ഇവിടെയൊക്കെ കയറുന്നു കഴിഞ്ഞാൽ പൊട്ടും. പക്ഷെ പുറത്തേക്കൊക്കെ കയറുന്നു കഴിഞ്ഞാൽ വലിയ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒന്നും അധികം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു കോൾഡ് കോഫിയും അതേപോലെ തന്നെ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബിരിയാണി ആക്ച്വലി ഉണ്ട്. ഇത് അമ്മയുടെ സീരിയലാണ് കേട്ടോ. അതും കഴിച്ചു. നമ്മുടെ ഡ്രസ്സിൻ്റെ പാക്കിങ് ആക്ച്വലി കഴിഞ്ഞു. ഇൻ ബിറ്റ്വീൻ ഞാൻ താഴെ പോയിട്ടൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മരുന്ന് നമുക്ക് എടുത്തു വയ്ക്കണം. ആക്ച്വലി മെഡിസിൻസ് ഞാൻ എപ്പോഴും കൈ കരുതാറുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലും അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. പിന്നെ പേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യണം. ഈ കണ്ണാടി ഒന്ന് തുടയ്ക്കണം. ഞാൻ ആക്ച്വലി കണ്ണാടി വയ്ക്കാറുണ്ട് വായിക്കുന്ന സമയങ്ങളിൽ ചില സമയത്ത്. അപ്പോൾ കണ്ണാടി എനിക്ക് ഭയങ്കര ആവശ്യം. ഇത് ആക്ച്വലി പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തലവേദന വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ക്വിക്ക്ലി ഇതൊന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്കിത് പോയി കുളിക്കണം. എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട്. ഈ ബിറ്റ്വീൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ട്. സോ നമുക്ക് വേഗം ഷടപടയും ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, ഇതെൻ്റെ മുറിയല്ല, ഏട്ടൻ്റെ റൂമാണ്. കണ്ടിട്ട് അവന് സ്വന്തമായിട്ടൊരു ശില്പശാലയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ.
സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു അലമ്പ് പിടിച്ച ദിവസമായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ കുറേയൊക്കെ പാളിപ്പോയി. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ വ്ളോഗ് ചെയ്യാനോ ഒന്നിനും ഒരു മൂഡുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഒന്ന് തീർത്ത് തല്ലിക്കൂട്ടി പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ രാത്രി വന്നേ കാണുന്നത് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഉറക്കം വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ല കേട്ടോ, ഉറക്കം വന്നിട്ടല്ല. എനിക്ക് പൊതുവേ കുറച്ച് ക്ഷീണം വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ളതാണ്. എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കളുണ്ട് ഗൈസ്. ഒരു പീരീഡ്സ് വരാനുള്ള ലക്ഷണങ്ങളാണിത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ട്, അത് രാവിലെ എടുത്തിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ അത് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ എടുത്തിട്ട് വെക്കണം. പിന്നെ 2-3 സ്പെസിമെൻസും കാര്യങ്ങളൊക്കെ ഇനി കളക്ട് ചെയ്യാൻ രാവിലെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ബേസിക്കലി രാവിലെ ഒരു 9 മണിയായിട്ടെങ്കിലും രാവിലെ എണീറ്റ് താഴെ ചെല്ലണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് നാളത്തെയും കൂടി വിഷ്വൽസ് നിങ്ങളെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നിങ്ങൾക്ക് നീണ്ടു വരുമ്പോഴത്തേക്കും ഇത് എത്രമാത്രം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ. അപ്പോൾ ഒരു കുറച്ച് മിനിറ്റ് നിൽക്കുന്ന വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര പ്ലാനിങ്ങിലാണ് വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അപ്പം അങ്ങനെ ഒരു ദിവസം നേരത്തെ പോകാൻ, പക്ഷെ സബ്മിഷനും ഉണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഒരു ദിവസം നേരത്തെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. സബ്മിഷനും ഉണ്ട് നമുക്ക്. കാണിച്ചു തരാം എൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ. കുട്ടി സാധനമാണ്. അയ്യോ, അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു. പതിവിലും വിപരീതമായിട്ട് എൻ്റെ സിബ്ലിങ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയതൊക്കെ തന്നെ. അയ്യോ, നമ്മൾ ടു ബി ഓണസ്റ്റ് നമ്മൾ ഡേ ടു ഡേ വിളിക്കുന്നവരെയല്ല. അത് ഇപ്പോഴെന്നല്ല, പണ്ട് തൊട്ടേ. മീൻസ് എൻ്റെ 2 സിബ്ലിങ്സും +2 കഴിഞ്ഞിട്ട് അവർ കോളേജ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം തൊട്ടേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ, അതായത് എല്ലാ ദിവസവും വിളിച്ചിട്ട് കഴിച്ചോ കുടിച്ചോ അവിടെ പോയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തമ്മിൽ കാഷ്വലി എന്നാൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ് കേട്ടോ. മീൻസ് ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് നീ കഴിച്ചോ കുടിച്ചോ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷേ എന്തോ പതിവിലും വിപരീതമായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ നല്ല രീതിയിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെയും സിബ്ലിങ്സിൻ്റെ രണ്ടുപേരും മിസ് ചെയ്തിരുന്നു. മേ ബി നമുക്ക് ചില സമയത്ത് അങ്ങനെ വേഴ്സ്റ്റായിട്ട് ലൈഫിൽ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നതാവും എന്തോ. കുറച്ച് മുമ്പേ ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് മോങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോങ്ങുന്ന ഫ്രെയിം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല ഫ്രെയിമിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രൊജക്റ്റ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് എടുത്തത്. കാര്യം സ്റ്റാൻഡ് അപ്പുറത്തെ മുറിയിലേക്കാണ്, എടുത്തിട്ട് വരാനുള്ള മടി കൊണ്ടും പിന്നെ ഇപ്പം കിടന്നുറങ്ങിയില്ലെങ്കിൽ രാവിലെ എണീക്ക് തരാന്നുള്ള ബോധമുള്ളതുകൊണ്ടും ആണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പ്രൊജക്റ്റ് കൂടി കാണിച്ചിട്ട് നമുക്ക് ബേബി പറഞ്ഞിട്ട് കിടന്നുറങ്ങാം. അയ്യോ, നാളെ രാവിലെ ഇനി എണീക്കണം, പോകണം. യാത്ര ചെയ്യാൻ ഭയങ്കര മടിയാണ്, പക്ഷെ എന്നാലും പോകണം. യെസ് ഗൈസ്, പോകണം. ഇനി മറ്റന്നാൾ പോയിട്ടൊരു കുന്നോളം പണിയുണ്ട്. കാര്യം കുന്നോളം പണി എന്ന് വെച്ചാൽ പഠിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗ് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴാണ് വരുന്നതെന്നൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങളാരും. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങ് വരും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ചിലപ്പോൾ മിക്കവാറും എക്സാം എല്ലാം കഴിഞ്ഞിട്ടാവും. എന്തായാലും എൻ്റെ ഓട്ടപ്പാച്ചലൊന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു.
ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ആർട്ടിക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ടൻറ്റ് ഞങ്ങൾ റിപ്പോർട്ടാക്കിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബേസ്ഡ് ഓൺ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡീഷണൽ കണ്ടൻറ്റ്സ് കൂടി ആഡ് ചെയ്തിട്ട് ചേർത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ റിപ്പോർട്ടായിട്ട് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് അലങ്കോല പണികളും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ റെക്കോർഡുകളും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടാണെങ്കിൽ. ഇത് ആക്ച്വലി കെമിസ്ട്രിയുടെ റെക്കോർഡാണ് കേട്ടോ. ബോട്ടണി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോളേജിലുള്ള സ്കോളർ തന്നെയാണ് ഇത്. പുള്ളിക്കാരൻ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ്. അല്ലേ, അപ്പോൾ എൻ്റെ പ്രൊജക്റ്റുകളും കാര്യങ്ങളും റെക്കോർഡ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനി നാളത്തെ ദിവസം കാണാം. ബൈ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ചെമ്പരത്തി എടുക്കാൻ ഇറങ്ങി കേട്ടോ. പക്ഷേ ചെമ്പരത്തിയുടെ കമ്പ് നമുക്കങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ചെമ്പരത്തിയുടെ കമ്പ് നല്ലതാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സെക്ഷനല്ല, ആക്ച്വലി ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി. വീട്ടിൻ്റെ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ശരിയായില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനൊക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ അമ്മ സൈഡിൽ ചോറാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നു. ചെമ്പരത്തിക്കപ്പം തപ്പി ഇറങ്ങിയതാണ്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പോയിട്ട് ഇനി എടുക്കണം. കാപ്പി കുടിച്ചിട്ട് വേഗം നമുക്ക് പോയി. ഇപ്പം തന്നെ 10 മണിയായി. ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ്റെയും മണിയമ്മൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മനുവങ്കളുടെ വീട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ. മനുവങ്കളുടെ വീട്ടിൽ നല്ല കുറേ ചെമ്പരത്തിക്കമ്പ് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറേ അധികം കിട്ടി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മനസ്സ്, തങ്ക മനസ്സ്. ആ പറഞ്ഞത് വളരെയധികം ശരിയാണെന്ന് ഞാൻ യോജിക്കുന്നു. കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമ്മയ്ക്ക് തീരെ വയ്യാണ്ട് അമ്മ കിടപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് അമ്മ ഇങ്ങനെ കുഞ്ഞു ഗ്ലിംസസ് തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അടർത്തി അപ്പുറവും ഇപ്പുറമൊക്കെ കൊടുത്തിട്ട് ബാക്കി വന്ന ചക്ക എനിക്ക് തരുകയാണ് കേട്ടോ. നല്ല ചക്കയായിരുന്നു, മധുരമൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അത് ഞാൻ തന്നെയാണ് പറിച്ചെടുത്തതും കേട്ടോ. അതിൻ്റെ ഒരു പിക്ചറുണ്ട്. അത് പറിച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, അത് അച്ഛൻ പോസ് ചെയ്തപ്പോൾ അച്ഛൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോസ് ചെയ്തപ്പോൾ അച്ഛൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോകാനായിട്ട് എൻ്റെ മണിയനങ്ങളാണ് കൊണ്ടുവിടുന്നത്. സോ നിയർ ടു റെയിൽവേ സ്റ്റേഷൻ ആവാറായി ഈ KM. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ നിന്നപ്പോൾ കുറച്ച് ഗ്ലിംസസ് ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ പ്രാക്ടിക്കലിൽ കൊണ്ടുപോകാനായിട്ട് രാവിലെ കുറച്ച് ചെമ്പരത്തിക്കമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നേരെ വീട്ടിൽ എടുത്ത് വെക്കണം, എന്നാലേ ശരിയാകും. ഇതെല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ചെറുതായിട്ട് കൊടുക്കണ്ടേ? ഒന്നും ചെയ്യണ്ട, ഇതേപോലെ ഇതുപോലെ പാക്ക് ചെയ്ത് അല്ല പാക്ക് ചെയ്തിട്ട് വന്നതാ. ഇതൊക്കെ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ടോപ്പെന്നൊക്കെ എഴുതി വെച്ചപ്പോൾ മണിയമ്മ കുറച്ച് മെനക്കെട്ട്. ആയോ? സൂപ്പറാണോ? എന്താ കുടിക്കണേ? കുടിക്കണേ എന്താ? കോഫി. അതിൽ ഞാൻ കുറച്ചൊന്ന് ക്രംസ് ചെയ്തിട്ട് പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ചൊരു നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടാണ്. കസ്റ്റാർഡ് പൗഡർ എന്താ? അതുകൂടെ ആഡ് ചെയ്തിട്ട് വറുത്തെടുത്താൽ കേട്ടോ. കസ്റ്റാർഡ് പൗഡർ എന്താ? കസ്റ്റാർഡ് മിൽക്ക് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ പൗഡറാണ്. എന്തത്? ജനൊരു ബ്രെഡ് വയ്ക്കുന്നുണ്ട്.
ഇതാണ് ഞങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. വെള്ളം കുടിക്കാൻ പോണ നോക്കാത് എന്താ കാണിക്കണ. ഈ വെള്ളം കുടിച്ചോ? ഹായ് സന്ന, ഹായ് പറയൂ. ഓൾ എനിക്ക് എന്തോ കരുതി വെച്ചിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് കൊണ്ടിട്ട് തരാം എന്നുള്ള. എന്താ അത്? ഓക്കെ, എന്താ ഇത്? വരും, നമുക്ക് നോക്കാം. എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരണേ? ഇഷ്ടായോണ്ടോ? അനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? എത്ര ഇഷ്ടമുണ്ട് ഒന്ന് കാണിക്കോ എനിക്ക്. എങ്ങനെ ഈ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് എൻ്റെ അടുത്ത്. ഇത്ര ഇഷ്ടമുണ്ടോ? അത്ര ഇഷ്ടമുണ്ടോ എനിക്ക്? താങ്ക് യു. എനിക്ക് എന്നോട് അത്രയും ഇഷ്ടമുണ്ട്. മിഠായി വെച്ചിട്ടാ? ഏത് മിഠായി? ചെറിയ ജെല്ലി. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം രാത്രി, ഇപ്പോൾ എക്സാക്ട്ലി പറഞ്ഞാൽ 2 മണിയായി. അപ്പോൾ ഇത് നിങ്ങൾ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. നാളെയൊക്കെ അപ്പച്ചി വരുന്നുണ്ട്, തന്നെ അപ്പച്ചി വരുന്നുണ്ട്. അപ്പച്ചിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നാളെ കൊണ്ടുപോകാനുള്ളതാണ്, പരീക്ഷിക്കുള്ളതാണ്. ചെമ്പരത്തിക്കമ്മ കേട്ടോ, നമ്മളന്ന് പറിച്ചിട്ട് വന്നില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അതാണിത്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, പരീക്ഷ ഓട്ടപ്പാച്ചിലിൻ്റെ ഇതിലായതുകൊണ്ട് കുറച്ചൊന്ന് പഠിക്കുകയാണ്. പക്ഷേ നല്ല ടെൻഷനുണ്ട്, മറന്നു പോകുന്നുള്ളത്. പക്ഷെ ഏകദേശം ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ വലുതായിട്ട് ഇല്ലാതാനും അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്ക് നോക്കണ്ട. രാവിലെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ആദ്യമേ എണീറ്റ് ഞാൻ കുളിച്ചങ്ങ് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ സമയം പോകുന്നതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പാക്ക് ചെയ്തു. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുട്ടായിയാണ്. അമ്മ എപ്പോഴും പറയാറുണ്ട്, രാവിലെ എന്തെങ്കിലും മധുരം കഴിച്ചിട്ട് പോയാൽ അന്നത്തെ കാര്യം നല്ലതായിട്ട് നടക്കുമെന്നൊക്കെ. ആ ഒരു വിശ്വാസത്തിൽ കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്പെസിമെൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ ഭൃംഗരാജ് അവിടെ നിന്ന് എടുക്കാനായിട്ടാണ്. നമ്മുടെ കോളേജിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭൃംഗരാജ് ഇപ്പുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ബിക്കോസ് അത് കാടും മേടും നിറഞ്ഞതായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ കാലിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുകയറും. അപ്പോൾ ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തോ ഇൻസ്റ്റഗ്രാം റീലോ അങ്ങനെ എന്തോ ഇടാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ ആഡ് ചെയ്തെന്ന് മാത്രം. ഇത് അവിടെ നിന്നിട്ടുള്ള ഒരു പോവാണ് കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ എടുത്തിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എല്ലാവരും സ്പെസിമെൻസൊക്കെ കൊണ്ടുവന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എടുത്ത് വെക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, മീൻസ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുക എഴുതുകയൊക്കെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ അല്ലെങ്കിലും എല്ലാ പരീക്ഷകളുടെയും രാവിലെ ആണല്ലോ ആ ഒരു ഓട്ടപ്പാച്ചിലുണ്ടാവുക. പക്ഷേ ഈ സെമ്മ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തുടക്കത്തിൽ തൊട്ട് അവസാനം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഷിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് മാത്രമേ അറിയത്തുള്ളൂ, പോയതും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തീരേണ്ട സെമ്മ് 4 മാസം കൊണ്ട് അടിച്ചു തീർത്ത പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് സമയവും കിട്ടിയിട്ടില്ല എക്സാമിന് ഇടയ്ക്കൊന്നും. പക്ഷേ ഇതിപ്പോൾ പ്രാക്ടിക്കലിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതിനൊന്നും തിയറിക്കൊന്നും നമുക്ക് ഇതുപോലെ ഗ്യാപ്പ് കൊണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക റഷായിട്ടുള്ള ഒരു സെമ്മായിരുന്നു ഈ ഒരു സെമ്മ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ഒരു സെമ്മും കൂടിയാണ്. പിന്നെ ഭയങ്കര റഷുമായിരുന്നു, വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഈ സെമ്മ് എനിക്ക് പൊതുവേ അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കോളേജ് ആയതുകൊണ്ട് തന്നെ സപ്ലൈ ഇല്ലാണ്ട് എല്ലാത്തിനും കയറി വരിക എന്നുള്ളതാണല്ലോ മെയിൻ. അത് തന്നെയാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ സ്പെസിമെൻസ് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനിടയ്ക്ക് നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ചെമ്പരത്തിക്കമ്മാണ്. നമ്മൾ ചെമ്പരത്തി ആക്ച്വലി നല്ലത് നോക്കിയിട്ട് ബഡുള്ളതൊക്കെ എടുത്തിങ്ങനെ മാറ്റി വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ ചെമ്പരത്തി ഓരോന്നും നമ്മൾ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ളതുണ്ട്. എന്നാലും ഈ കുറ്റി പോലത്തെ ചെമ്പരത്തി നമുക്ക് ആക്ച്വലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബഡിങ്ങിനൊന്നും പറ്റില്ല. അപ്പോൾ കുറ്റി അല്ലാത്ത നല്ല നല്ല കമ്പുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് നമിതയും നീതും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പുറകിലുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തതിനകത്ത് ഇവർ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് മാത്രം.
hibiscus rosa sinensis. Tulsi ocimum tenuifloium. അതിനുശേഷമുള്ള 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ എക്സാംസ് വന്ന് തന്നെ വീട്ടിലേക്ക് റിട്ടേൺ ആയതുകൊണ്ട് തന്നെ മിന്നുയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിന്നുയുടെ അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവളും കൂടി പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നിയർ ബൈ ഒരു പാർക്കുണ്ട്, അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ അവൾ കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ.